അച്ഛൻ തിരുമേനി, ഇന്ന് വൈകിട്ട് ഞാനൊരു കൂട്ടം കാണിച്ചു തരാട്ടോ. എന്താ ഉണ്ണി? അതൊന്നും ഇപ്പൊ പറയൂല, സന്ധ്യ ആവട്ടെ. കുറുമ്പ് വല്ലതും കാട്ടാനാണോ ഉദ്ദേശം? ഏ, നോക്കൂ, എൻ്റെ മുഖത്ത് കുറുമ്പുണ്ടോ? അച്ഛൻ തിരുമേനിക്കൊരു ചിരി, നിഷ്കളങ്കമായൊരു കള്ളക്കണ്ണൻ്റെ മുഖം. എന്നാ ശരി, സന്ധ്യ ആവട്ടെ. അങ്ങനെ സന്ധ്യയായി. ദീപാരാധനയൊക്കെ കഴിഞ്ഞ് വീണ്ടും പൂജകൾക്ക് നട അടച്ചു. അപ്പോഴല്ലേ അച്ഛൻ തിരുമേനി ആ കാഴ്ച കാണണേ. സോപാനപ്പടിയിൽ നോക്കിയപ്പോൾ എന്താ, കയ്യിൽ ഇടയ്ക്കയും പിടിച്ച് നിൽക്കണു ഭഗവാൻ. താളം തെറ്റാതെ ഇടയ്ക്ക കുട്ടിയും ശ്രുതി ചേർത്ത് സോപാനം പാടിയും നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ. പൊന്നു ഗുരുവായൂരപ്പാ! കണ്ണിമ ചിമ്മാതെ കൈകൂപ്പി നോക്കി നിന്നു പോയി അച്ഛൻ തിരുമേനി. സോപാനപ്പടിയിൽ നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ പാടിയത് വെറും സംഗീതമല്ലായിരുന്നു, ഭക്തിയുടെ താളമായിരുന്നു. നിശബ്ദതയിൽ മുഴങ്ങുന്ന ആത്മാവിൻ്റെ നാദം. ഇവിടെ ഭക്തനും ദൈവവും വേർതിരിവില്ല. എല്ലാ ഹൃദയങ്ങളിലേക്കും എത്തുന്ന ഉണ്ണിക്കണ്ണൻ്റെ സോപാനനാദ മാധുര്യം ഓരോ ഭക്തനും അനുഭവിക്കാൻ സാധിക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.